അപ്പോൾ നമ്മളിന്ന് മൊഡ്യൂൾ 3 ഇൻ്റഗ്രേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷനെ ഞാൻ 4 സെഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ, രണ്ടാമത്തത് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, മൂന്നാമത്തത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, നാലാമത്തത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻ്റഗ്രേഷന് 4 വീഡിയോസ് ആയിട്ടാണ് ഷെയർ ചെയ്യുക. അപ്പോൾ ഒന്ന് സിമ്പിള് ഇൻ്റഗ്രേഷൻ, രണ്ടാമത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സിമ്പിൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. സിമ്പിൾ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ഈ ഭാഗത്തു നിന്ന് 1 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതായത് ഒന്നുകിൽ 1 മാർക്കിന് ചോദിക്കുക ഡയറക്റ്റ് റിസൾട്ട്. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ 1/x dx ഇസ് ഈക്വൽ ടു എന്താണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താണ്. ഓക്കെ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പം ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇൻ്റഗ്രേഷൻ്റെ ഞാൻ എഴുതി തന്ന എല്ലാ റിസൾട്ടുകളും അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻ്റഗ്രൽ 1/x എന്ന് പറയുന്നത് log x പ്ലസ് ഇ ആണ്. ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് പ്ലസ് ഇ ആണ്. അപ്പം ഈ ഒരു വീഡിയോ കാണാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മുടെ എല്ലാ റിസൾട്ടുകളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻ്റഗ്രേഷനിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി ഒന്നുകിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് റിസൾട്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ സൈൻ ഓഫ് 2x, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, സൈൻ 2x എന്നാണ് ഉണ്ടാവുക. ഇത് ഒരു ഫംഗ്ഷനാണ് സൈൻ എക്സ്, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാന്നുള്ളതാണ്. നമുക്കറിയാം എന്ത് ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. അപ്പം ഇൻ്റഗ്രൽ സൈൻ 2x എന്ന് പറയുന്നത് മൈനസ് കോസ് 2x ആണ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ഇവിടെ എക്സ് അല്ല, എന്താണ് 2 ആണ് അല്ലേ. അപ്പോൾ ബൈ ആ 2xൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2 × 1 2 പ്ലസ് സി. ഓക്കെ, സിമിലർലി ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇ റൈസ് ടു എക്സ് പ്ലസ് സി ആണ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു 10x എന്താ വരിക. ഓക്കെ, ഇ റൈസ് ടു എക്സിൻ്റെത് ഇ റൈസ് ടു എക്സ് തന്നെ, അപ്പോൾ ഇ റൈസ് ടു 10xൻ്റെത് ഇ റൈസ് ടു 10x തന്നെയാണ് വരിക. കഴിഞ്ഞിട്ടില്ല, ആ 10xൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 10xൻ്റെത് 10 ആണ് പ്ലസ് സി. ക്ലിയർ? അപ്പോൾ ഇതാണ് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ തരും, അതിൻ്റെ കൂടെ ഉള്ളിലൊരു ഫംഗ്ഷൻ ഉണ്ടാവും, സിമ്പിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ മതി, ഏത് നമ്പറാണോ കൂടുതൽ കൂടെയുള്ളത് അതുകൊണ്ട് ബൈ ആ നമ്പർ ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി വേറൊരു ചോദ്യം അതേപോലത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ സീക്കെക്സ് ടാൻ എക്സ്, ഇത് ഡയറക്റ്റ് റിസൾട്ടാണ്. ഇൻ്റഗ്രൽ സീക്കെക്സ് ടാൻ എക്സ് എന്താ, എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്കെക്സ് ടാൻ എക്സ്, സീക്കെക്സിൻ്റെ. ഓക്കെ, അപ്പോൾ സീക്കെക്സ് പ്ലസ് ഇതൊക്കെ ഡയറക്റ്റ് റിസൾട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ആ 15 റിസൾട്ട് പഠിച്ചാൽ ചിലപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. അതല്ലെങ്കിൽ ഇതേപോലെ ഇപ്പം ഇൻ്റഗ്രൽ ഒരു കോസ് 3x എങ്ങനെ വരിക, കോസിൻ്റെത് എന്താ സൈൻ ആണല്ലേ, അപ്പോൾ സൈൻ 3x ബൈ 3 പ്ലസ് സി. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് 1 മാർക്കിന് ചോദിക്കാം. ഇനി 3 മാർക്കിന് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചോദിക്കാം. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചോളാം യാതൊരു നിർബന്ധമില്ല. ഇൻ്റഗ്രൽ 1/x പ്ലസ് എക്സ് റൈസ് ടു 4 പ്ലസ് 5 dx കാണാൻ പറഞ്ഞു. എന്താ ചെയ്യുക, ആ ഇൻ്റഗ്രൽ 1 2 3 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ 1/x dx പ്ലസ് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4 dx പ്ലസ് ഇൻ്റഗ്രൽ 5 dx. ഓക്കെ, ഇൻ്റഗ്രൽ 1/x ഡയറക്റ്റ് റിസൾട്ടാണ്. എന്താ ഇൻ്റഗ്രൽ 1/x എന്ന് പറയുന്നത് log x ആണ്. ഇനി ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4 എന്താ, ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു n dx എക്സ് റൈസ് ടു n പ്ലസ് 1/n പ്ലസ് 1 ആണ്. ഇനി ഇൻ്റഗ്രൽ 5 ആണ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എ കോൺസ്റ്റൻറ്റ് dx എന്ന് പറയുന്നത് എന്താ, k, ആ കോൺസ്റ്റൻറ്റ് എന്താണോ അതേ ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, അപ്പം ഈ 3 റിസൾട്ടുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് log x ആണ്, പ്ലസ് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4 അല്ലേ. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4 എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു n ഫോമാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, n-ന് പകരം 4 ആണ്. അപ്പം എക്സ് റൈസ് ടു 4 പ്ലസ് 1/4 പ്ലസ് 1 പ്ലസ് ഇൻ്റഗ്രൽ ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ആ കോൺസ്റ്റൻറ്റ് ഒരു എക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് 5 ആണ്. സോ 5x പ്ലസ് സി ഇതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് 3 എണ്ണാക്കി എഴുതണമെന്നില്ല. ഈ സ്റ്റെപ്പിൽ നിന്നും ഡയറക്റ്റ് ഇത് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. ഓരോന്നും ഓരോ റിസൾട്ടാക്കി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസും 3 മാർക്കിന് ചോദിക്കാം. വേറൊരു ചോദ്യമാണ്
ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ്. ഓക്കെ, ഇന്റഗ്രൽ റൂട്ട് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സിന് എങ്ങനെ എഴുതാം, എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. സോ എക്സ് റേസ് ടു 1/2 ഡി എക്സ്. ഇപ്പോൾ ഇത് എക്സ് റേസ് ടു എൻ ഫോമായി. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞു എക്സ് റേസ് ടു n + 1/n+1 ആണ്. സോ ഇവിടെ എന്നിന് പകരം എന്താണ്, എന്നിന് പകരം 1/2. സോ എക്സ് റേസ് ടു 1/2 + 1/2 + 1 + c ആണ് ആൻസർ വരിക. ഓക്കെ, പിന്നെ വേണമെങ്കിൽ 1/2 + 1 + 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അപ്പോൾ എന്താ വരിക, എക്സ് റേസ് ടു 3/2 + c. ക്ലിയർ. ഇനി ഇതേപോലത്തെ വേറൊരു ചോദ്യം ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യതയാണ്. ഇന്റഗ്രൽ x² × x + 1. എങ്ങനെ അത് ചെയ്യുക, ഇവിടെ ഇൻറ്റു ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, x² × x + x² × 1 dx. ഓക്കെ, x² × x എന്നാൽ എക്സ് റേസ് ടു 1 ആണ്. അപ്പോൾ x² × x എന്ന് പറഞ്ഞാൽ എന്താ, x³ ആണ്. x³ + x², x² × 1 x² dx. അപ്പോൾ അത് ഈസി ആയില്ലേ. ഇനി എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ x³ dx + ഇന്റഗ്രൽ x² dx. എന്താ ഇന്റഗ്രൽ x³ എന്ന് പറഞ്ഞാൽ x റേസ് ടു 3 + 1/3 + 1 + x റേസ് ടു 2 + 1/2 + 1 + c. ജസ്റ്റ് ഒന്ന് കൂട്ടി എഴുതി കൊടുക്കുക. എക്സ് റേസ് ടു 4/4 + എക്സ് റേസ് ടു 3/3 + c ആണ് ആൻസർ വരിക. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. വേറൊരു ക്വസ്റ്റ്യൻ, ഒരു ഇന്റഗ്രൽ sin 2x + e raised to x + 1/x dx. എങ്ങനെയാണ് ചെയ്യുക, sin 2x. അപ്പോൾ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ sin 2x dx + ഇന്റഗ്രൽ e raised to x dx + ഇന്റഗ്രൽ 1/x dx. എന്താ ഇന്റഗ്രൽ sin 2x dx എന്ന് പറഞ്ഞാൽ സൈനിൻ്റെത് -cos 2x/2 + e raised to x ൻ്റെ ഇൻ്റഗ്രേഷൻ e raised to x തന്നെ 1/x-ൻ്റെത് log x + c. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് റിസൾട്ടുകളാണ്. അപ്പോൾ ആ റിസൾട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഈസിയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതേപോലെ ഇൻ്റഗ്രേഷൻ ഇവിടെ 1, 2, 3 ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ 3 ടേംസിൻ്റെ അഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നെങ്കിൽ ഇവിടെ പ്ലസോ മൈനസോ വരികയാണെങ്കിൽ, എന്താണെങ്കിലും പ്ലസോ മൈനസോ, ഇൻറ്റു അല്ല പ്ലസോ മൈനസോ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ആക്കി ഓരോന്നിനും റിസൾട്ട് കൊടുക്കുക. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻറ്റു ആണ് വന്നത്. പക്ഷേ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനെ പ്ലസ് ആക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ മാക്സിമം നമ്മൾ അതിനെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ഇത് 1 മാർക്കിനും 2 മാർക്കിനും ആണ് ചോദിക്കുക. 1 മാർക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ബൈ ആ നമ്പർ ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് റിസൾട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പാർട്ട് 1. ഓക്കെ, ഇനി പാർട്ട് 2 ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം.